നമസ്കാരം, മെഡിക്കൽ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ ചർച്ച ചെയ്യുന്നത് ന്യൂറോ സർജറിയാണ്. ഡോക്ടർ സ്വാഗതം. നമസ്കാരം. നമ്മൾ ഇന്നത്തെ കാലത്ത് ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഹെഡ് ഇഞ്ചുറി. എന്തൊക്കെയാണ് ഈ ഹെഡ് ഇഞ്ചുറിയുടെ ലക്ഷണങ്ങളായിട്ടുള്ളത്? ഓക്കെ, ഇപ്പം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഹെഡ് ഇഞ്ചുറിയുടെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് ഒരു പരിക്ക് സംഭവിച്ചതിന് ശേഷം വരുന്ന ശക്തമായ തലവേദന, ബോധക്ഷയം, എസ്പെഷ്യലി ബോധക്ഷയം സംഭവിച്ച് കുറച്ചധികം നേരം പേഷ്യൻറ്റിന് ബോധം തെളിയാൻ എടുക്കുന്നു. പിന്നെ മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും വരുന്ന ബ്ലീഡിങ്, തുടർച്ചയായ ഛർദിൽ, സംഭവം അതിന് ശേഷമോ അതിന് മുൻപോ ഉള്ള കാര്യങ്ങൾ ഓർത്തെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് കോമൺലി നമ്മൾ ഹെഡ് ഇഞ്ചുറി, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഹെഡ് ഇഞ്ചുറിയുടെ ലക്ഷണങ്ങൾ. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് അനുയോജ്യമായ വൈദ്യസഹായം തേടുകയും വേണ്ട രീതിയിലുള്ള രോഗനിർണയം നടത്തേണ്ടതും അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ആക്സിഡൻറ്റ് കേസുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സർജറി വേണമെന്ന് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ ഈ ഹെഡ് ഇഞ്ചുറിക്ക് എല്ലാ ഹെഡ് ഇഞ്ചുറീസിനും സർജറി ആവശ്യമാണോ ശരിക്കും? ഇല്ല, ആക്ച്വലി എല്ലാ ഹെഡ് ഇഞ്ചുറിക്കും സർജറി ആവശ്യമല്ല. ചുരുക്കി പറഞ്ഞാൽ വളരെ അപൂർവം ഹെഡ് ഇഞ്ചുറികൾക്ക് സർജറി വേണ്ടി വരാറുള്ളൂ. പക്ഷേ നല്ലൊരു ശതമാനം ഹെഡ് ഇഞ്ചുറീസിനും അതിനനുയോജ്യമായ രീതിയിലുള്ള മെഡിക്കൽ മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മെഡിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ഫ്രം ഇമേജിങ്, അതായത് ഒരു ഒരു ആക്സിഡൻറ്റിന് ശേഷമോ മറ്റും ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ആദ്യം അത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും എത്തുക. അവിടെ എമർജൻസി ഫിസിഷ്യൻ പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്ത് അനുയോജ്യമായ സ്കാൻ, യൂഷ്വലി ഒരു CT സ്കാനാണ്, തലച്ചോറിൻ്റെയും ആവശ്യമാണെങ്കിൽ നട്ടലിൻ്റെയും മറ്റും സ്കാനുകൾ എടുക്കുന്നു. അതിന് ശേഷം നമ്മൾ ന്യൂറോ സർജറി വിഭാഗത്തിൽ നിന്ന് രോഗിയെ കാണുന്നു. അതിൽ തന്നെ ഇപ്പോൾ തലച്ചോറിന് വലിയ പരിക്കുകളുള്ള പേഷ്യൻ്റ്, അതായത് ജീവന് അപകടം വരത്തക്ക രീതിയിലുള്ള ഒരു പരിക്കുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ഉടനടി തന്നെ പേഷ്യൻറ്റിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, അതിന് വേണ്ട രീതിയിലുള്ള സർജറിയായിട്ട് പ്രൊസീഡ് ചെയ്യും. അല്ലാത്ത പക്ഷം, അതായത് പേഷ്യൻ്റ് ജീവൻ ആപത്ത് ഉള്ള രീതിയിലുള്ള ഒരു പരിക്കല്ല, അല്ലെങ്കിൽ മറ്റു കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അതായത് ഇപ്പോൾ ഒരു തലയോട്ടി പൊട്ടി ഉള്ളിലേക്ക് കയറിപ്പോയി ഇൻഫെക്ഷൻ, അണുബാധയ്ക്കുള്ള സാധ്യതയുണ്ട്, അങ്ങനെയുള്ള സാഹചര്യമൊന്നും അല്ലെങ്കിൽ നമ്മൾ രോഗിയെ ICUലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു. ICUയിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് പുതിയ അത്യാധുനിക രീതികളിൽ പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ആ അത്യാധുനിക രീതികളെയാണ് നമ്മൾ മൾട്ടി മൊഡാലിറ്റി മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മൾട്ടി മൊഡാലിറ്റി മോണിറ്ററിങ് സത്യം പറഞ്ഞാൽ കേരളത്തിൽ ആദ്യമായിട്ട് ഇവിടെ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ കുറച്ചധികം കാര്യങ്ങളുണ്ട്. നമ്മൾ ഇന്ത്യയിൽ തന്നെ പ്രൈവറ്റ് സെക്ടറിൽ ആദ്യമായിട്ടാണ്, കേരളത്തിൽ ആദ്യമായിട്ടും. അപ്പോൾ അതിൽ തന്നെ ഒരു മർമ്മപ്രധാനമായിട്ടുള്ള രീതിയാണ് ഇൻട്രാക്രൈനിയൽ പ്രഷർ മോണിറ്ററിങ്. അതിപ്പോൾ കേരളത്തിലൊരു 3-4 ഹോസ്പിറ്റൽസിലുണ്ട്. അതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തലയോട്ടിയിൽ ഒരു ചെറിയ സുഷിരമുണ്ടാക്കി തലച്ചോറിനകത്തേക്കൊരു ചെറിയ വളരെ സൂക്ഷ്മമായ ഒരു മോണിറ്റർ ഇടും. വളരെ ചെറിയൊരു ഹോൾ വഴി ബ്രെയിനിനകത്തേക്ക് ഈ ഒരു മോണിറ്റർ ഇടും. അപ്പോൾ നമുക്ക് ലൈവായിട്ട് തലച്ചോറിലെ പ്രഷർ അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ പല രോഗികൾക്കും ഇപ്പോൾ ഒരു കാര്യമായ ഓപ്പറേഷൻ വേണ്ടാത്ത തരത്തിലുള്ള ബ്ലീഡായിട്ടായിരിക്കും പേഷ്യൻ്റ് വരിക. അതായത് മെഡിക്കൽ മാനേജ്മെൻറ്റ് മതിയാകുമായിരിക്കും. പക്ഷേ ഈ പേഷ്യൻറ്റിന് നമ്മുടെ കൺവെൻഷണൽ രീതി എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയ ഗ്യാപ്പിൽ, അതായത് ഒരു 4 മണിക്കൂർ, 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ ഗ്യാപ്പിൽ നമ്മൾ CT എടുത്തു നോക്കുക എന്നുള്ളതാണ്. ആ CT അനുസരിച്ചാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അബോധാവസ്ഥയിൽ വരുന്ന ഒരു രോഗി, ആ രോഗിക്ക് നമ്മൾ ഈ 6 മണിക്കൂർ ഗ്യാപ്പിനിടയ്ക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പലപ്പോഴും നമ്മൾ വളരെ വൈകിയായിരിക്കും അറിയാം. അതായത് ഇപ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് കുറയുമ്പോഴോ അല്ലെങ്കിൽ കൃഷ്ണമണിയിൽ വ്യത്യാസങ്ങൾ വരുമ്പോഴോ ഒക്കെ ആയിരിക്കും നമ്മൾ സംശയിക്കുന്നതൊക്കെ പ്രഷർ കൂടിയിട്ടുണ്ടാകാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കൺവെൻഷണൽ ഒരു ട്രീറ്റ്മെൻറ്റ് രീതി. കേരളത്തിൽ ഇപ്പോഴും മിക്ക ഹോസ്പിറ്റലുകളും ഫോളോ ചെയ്യുന്നത് അത് തന്നെയാണ്. പക്ഷേ ഈ ഇൻട്രാക്രൈനിയൽ പ്രഷർ മോണിറ്റർ ഉള്ളപ്പോൾ നമുക്ക് ലൈവായിട്ട് തന്നെ അകത്തുള്ള പ്രഷർ അറിയാം. അപ്പോൾ ആ പ്രഷർ കൂടുമ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്കത് പിക്കപ്പ് ചെയ്യാനും അതിന് വേണ്ട തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് വെന്റിലേറ്ററിൽ ചേഞ്ച് ചെയ്യാനും ട്രീറ്റ്മെന്റ് മെഡിസിൻസ് കൊടുത്ത് സർജറി തന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ട്രാൻസ്ക്രേനിയൽ ഡോപ്ലർ എന്ന് പറയുന്ന ഒരു നമ്മുടെ തലച്ചോറിനുള്ളിലെ പ്രധാനപ്പെട്ട രക്തക്കുഴലുകളിലെ രക്തയോട്ടം മെഷർ ചെയ്യുന്ന ഒരു മാർഗമുണ്ട്. അത് നമ്മൾ ഡെയിലി രാവിലെ ഇത് കണക്ക് സീരിയസ് ഹെഡ് ഇഞ്ചുറി ഉള്ള പേഷ്യൻസിനൊക്കെ അത് ചെയ്ത് അവരുടെ ആ ബ്ലഡ് ഫ്ലോ നമ്മൾ മോണിറ്റർ ചെയ്യും. ഇത് കൂടാതെ നമുക്ക് വളരെ അത്യാവശ്യം എന്ന് തോന്നുന്ന പേഷ്യൻസിന് നമുക്കൊരു ട്രാൻസ്ക്രേനിയൽ ഡോപ്ലർ റോബോട്ട് ഉണ്ട്. അപ്പോൾ ആ റോബോട്ട് നമ്മൾ തലയിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹെഡ്ഫോൺ വെച്ചിട്ടുള്ള.
അപ്പോൾ ഈ ട്രാൻസ്ക്രൈനിയൽ ഡോപ്ലർ റോബോട്ട് കാണാൻ ഒരു ഹെഡ്സെറ്റ് പോലെയാണ്. അത് നമ്മൾ തലയിൽ ഫിക്സ് ചെയ്ത് അത് അതിനകത്ത് മോട്ടോഴ്സ് ഉണ്ട്, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി അത് ആ രക്തക്കുഴലുകൾ കണ്ടുപിടിച്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റീഡിങ് ഈ പ്രധാനപ്പെട്ട രക്തക്കുഴലുകളെ നമുക്ക് തരും. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഈ തലച്ചോറിലെ പരിക്ക് കാരണം തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറയുന്നത് കാരണമാണ് രോഗി മോശമാകുന്നതും മരിക്കുന്നതും ഒക്കെ. അപ്പോൾ ആ രക്തയോട്ടം ആണ് നമ്മളിപ്പോൾ മോണിറ്റർ ചെയ്യുന്നത്. രക്തയോട്ടം കുറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമുക്കത് പിക്ക് ചെയ്യാനും അതിന് വേണ്ട രീതിക്ക് നമുക്ക് മാനേജ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ വൈകിയുള്ള ഡയഗ്നോസിസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, നേരത്തെ നമുക്ക് കാര്യങ്ങൾ പിക്കപ്പ് ചെയ്യാം. ഇതേപോലെ തന്നെ വേറെ 1-2 ഡയഗ്നോസ്റ്റിക് മൊഡാലിറ്റീസ് ഇവിടെ ഉണ്ട്. അതായത് സെറിബ്രൽ പെർഫ്യൂഷൻ മോണിറ്ററിങ്, ജുഗുലാർ വീനസ് സാച്ചുറേഷൻ മോണിറ്ററിങ് എന്ന് പറഞ്ഞിട്ട്. ഇതിൽ ഈ സെറിബ്രൽ പെർഫ്യൂഷൻ മോണിറ്ററിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ കോവിഡ് സമയത്തൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സാച്ചുറേഷൻ ചെക്ക് ചെയ്യുക. അപ്പോൾ അതേപോലെ നമ്മുടെ തലച്ചോറിന്റെ സാച്ചുറേഷൻ ചെക്ക് ചെയ്യുന്നതാണ് ഈ സെറിബ്രൽ പെർഫ്യൂഷൻ മോണിറ്ററിങ്. അത് ഈ പറഞ്ഞ പോലെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ അതിനോടൊപ്പം ഉള്ളൊരു കാര്യമാണ് ജുഗുലാർ വീനസ് സാച്ചുറേഷൻ മോണിറ്ററിങ്. നമ്മൾ കഴുത്തിൽ ഒരു പ്രോബ് വയ്ക്കും. സെർവൽ പെർഫ്യൂഷൻ ആണെങ്കിൽ നെറ്റിയിൽ 2 സൈഡിലും നമ്മൾ ഈ കയ്യിൽ വെക്കുന്ന പോലെ ഒരു പ്രോബ് ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുക. മറ്റേത് കഴുത്തിൽ ഇതേപോലെ ഒട്ടിച്ച് വെക്കും. അതിൽ നിന്ന് നമുക്ക് ലൈവായിട്ട് വാല്യൂസ് ഇങ്ങനെ ആ മോണിറ്ററിൽ കാണിച്ചുകൊണ്ടേയിരിക്കും, അത് റെക്കോർഡ് ചെയ്യും. അപ്പം അതിൽ വരുന്ന വ്യത്യാസങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. അതായത് തുടക്കത്തിലുണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് അത് 15 വാല്യൂസിലും ഇങ്ങനെ താഴേക്ക് കുറഞ്ഞു വരുമ്പോൾ നമ്മളത് സിഗ്നിഫിക്കൻ്റ് ആണ്. അതിന് ഒന്നീ മെഡിക്കേഷൻസ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സ്കാൻ എടുത്ത് നോക്കി സർജറിക്ക് പ്രൊസീഡ് ചെയ്യുകയോ ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് പേഷ്യൻറ്റിൻ്റെ ആ മരണസാധ്യത കുറയ്ക്കാനും അവരുടെ ഔട്ട്കം ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. അതുപോലെ ഈ ഒരു ടൈം ലിമിറ്റ് ഉണ്ടല്ലോ, ഒരു ഹെഡ് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യണതിന് ടൈമിനൊരു പ്രത്യേക റോൾ ഉണ്ടെന്ന് തോന്നുന്നു. അതെങ്ങനെയാണ് അതിൻ്റെ ഒന്ന് പറയാമോ? അപ്പോൾ നമ്മൾ തലച്ചോറിന്റെ പരിക്കില് ഗോൾഡൻ ആർ എന്നാണ് പറയുന്നത്. സ്ട്രോക്കിനും ഹാർട്ട് അറ്റാക്കിനും ഒക്കെ പറയുന്നത് പോലെ തന്നെ ഗോൾഡൻ ആർ എന്നാണ് ക്ലാസിക്കലി പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ആദ്യത്തെ 1-2 മണിക്കൂറിന്റെ ഒരു പ്രാധാന്യം ആ സമയത്ത് എത്തിക്കുകയാണെങ്കിൽ അത് രക്ഷപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോ പുതിയൊരു ടേം വന്നിട്ടുണ്ട്, അതായത് പ്ലാറ്റിനം 10 മിനിറ്റ്സ്. അതായത് നമുക്കറിയാം ഗോൾഡിനേക്കാളും ഫസ്റ്റ് 10 മിനിറ്റ്സിൽ ഒരു പ്രോപ്പർ ആംബുലൻസും ഒരു ഗുഡ് അതൊരു ന്യൂറോ സർജറി ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലിൽ മെഡിക്കൽ സപ്പോർട്ട് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ മരണസാധ്യത 50% കുറയുമെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഈ ഹെഡ് ഇഞ്ചുറിക്ക് എന്ത് സർജറിയാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത്? ഓക്കെ, ഇപ്പോൾ ഹെഡ് ഇഞ്ചുറി പേഷ്യൻസിന് ഇപ്പോൾ സർജറി വേണ്ടി വരുന്നവർക്ക് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് ഡീകംപ്രസീവ് ഹെമിക്രേനിയക്ടമി എന്നാണ്. അതായത് നമ്മൾ തലച്ചോറിലെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടി, അതാണ് ഈ ഡീകംപ്രഷൻ, ഒരു പകുതി തലയോട്ടി നീക്കം ചെയ്യുകയാണ്. അതിനാണ് നമ്മൾ ഹെമിക്രേനിയക്ടമി എന്ന് പറയുന്നത്. അങ്ങനെ അത് നീക്കം ചെയ്ത് അതിന് അടിയിലുള്ള ബ്ലീഡിങ് അല്ലെങ്കിൽ ക്ലോട്ട്സ് നമ്മൾ റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം അവിടെയുള്ള എന്തെങ്കിലും ബ്ലീഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും രക്തക്കുഴൽ പൊട്ടിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ തലച്ചോറിന് പരിക്കുണ്ടെങ്കിലോ അതൊക്കെ നമ്മൾ ബ്ലീഡിങ് ഒക്കെ റിപ്പയർ ചെയ്ത് ഈ തലയോട്ടി വയറിലൊരു അറ ഉണ്ടാക്കി അതിനകത്ത് സൂക്ഷിക്കാറാണ് പതിവ്. അപ്പം ഈ ഹെഡ് ഇഞ്ചുറി കഴിഞ്ഞ് സാധാരണഗതിയിൽ ഒരു മേജർ ഹെഡ് ഇഞ്ചുറി ഒക്കെ ആണ് എങ്കിൽ ഒരു 1-1.5 മാസം എടുക്കും ആ പേഷ്യൻ്റ് റിക്കവർ ആയി വരാൻ. ആ സമയം കൊണ്ട് തലച്ചോറിൻ്റെ നീരൊക്കെ കുറഞ്ഞ് നമ്മൾ തലയോട്ടി റിമൂവ് ചെയ്ത ഭാഗം കുഴിഞ്ഞു വരും, പതിഞ്ഞു വരും. അപ്പോൾ നമ്മൾ ആ തലയോട്ടി വയറിൻ്റെ അറയിൽ നിന്ന് എടുത്ത് തിരിച്ച് ഘടിപ്പിക്കുകയാണ് ചെയ്യാറ്. ഇതെല്ലാം ഓപ്പൺ സർജറികളായിട്ടാണോ ചെയ്യുന്നത്, ഈ തലയോട്ടി വെക്കുന്നതും? അതെ, ഇപ്പൊ ഈ ഇങ്ങനെയുള്ള, അതായത് നമ്മൾ ഈ ഒരു മേജർ ആക്സിഡന്റ് ആയിട്ട് വന്ന് വലിയ ക്ലോട്ടൊക്കെ ആണെങ്കിൽ അത് വളരെ കട്ടിയുള്ളതാണ്. അത് നമ്മൾ കീഹോൾ സർജറി വഴി അത് റിമൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സാഹചര്യങ്ങളുണ്ട് നമ്മൾ തലച്ചോറിന് പരിക്ക് വന്ന ആൾക്കാർക്ക് കീഹോൾ സർജറി ചെയ്യുന്നത്. അതായത് അത് പൊതുവേ നമ്മൾ ഡിലേഡ് ആയിട്ടുള്ള ബ്ലീഡിങ്ങിനാണ്. ക്രോണിക് സബ്ഡ്യൂറൽ ഹെമറ്റോമ എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ഒരു വീണു അല്ലെങ്കിൽ തലമുട്ടി, പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാർ ഈ ബ്ലഡ് തിന്നേഴ്സ്, രക്തം കട്ടിപിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്നവർ, നേരത്തെ സ്ട്രോക്ക് വന്നതോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്ന ആൾക്കാർ ഈ ബ്ലഡ് കട്ടിപിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്നവർ, ഒരു തുള്ളി ബ്ലഡ് അകത്തേക്ക് വന്നാൽ മതി, അത് അവിടെ നിന്ന് അതിനൊരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സാണ്, ഒരു നീർക്കെട്ട് പോലെയാണ്. ആ നീർക്കെട്ട് കാരണം ചെറിയ ചെറിയ രക്തക്കുഴലുകൾ ഉണ്ടായി അവിടെ നിന്ന് ബ്ലീഡ് ചെയ്യും. അപ്പോൾ ഒരു 6 ആഴ്ച എന്തായിരിക്കും ഇങ്ങനെ ഈ പാസീവായിട്ടുള്ള ഒരു ഹെമറേജ് ഇങ്ങനെ വരുമ്പോൾ എന്തൊക്കെ സിംറ്റംസ് ആയിരിക്കും കാണുന്നത്?
അപ്പം തലവേദന അതെ, പൊതുവെ തലവേദന ഏറ്റവും കോമൺ ആയിട്ട് പറയുന്ന ഒരു ലക്ഷണം വേച്ച് പോക്കൽ, അതായത് ഒരു ബാലൻസ് ഇല്ലായ്മ. അപ്പം യൂഷ്വലി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു സൈഡിൽ ചെറിയ ബലക്കുറവും കാണും. അതായത് ഏത് സൈഡിലാണോ ബ്ലീഡിങ് അതിന് ഓപ്പോസിറ്റ് സൈഡിൽ ബലക്കുറവുണ്ടാവും. കാഴ്ചമങ്ങല് അത്ര കോമൺ അല്ല, എന്നിരുന്നാലും അത് ഉണ്ടാകാം. ഈ ഇങ്ങനെയുള്ള കേസസിൽ ഈ ബ്ലീഡിംഗ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും തോന്നുന്നല്ലേ? ചിലപ്പോൾ മുക്കിന്നോ ചെവിന്നൊക്കെ. ഇപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഓപ്പറേറ്റ് ചെയ്ത ഒരു പേഷ്യൻറ്റിന് പുള്ളിക്കാരൻ ഓൾമോസ്റ്റ് ഒരു മാസം മുൻപ് മദ്യപിച്ച് ഒന്ന് വീടിന് മുന്നിലുള്ള ഒരു ഡോറിന്റെ ഭാഗത്ത് തല പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആള് കൈക്ക് നല്ല വിറയലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ പരിശോധിച്ച് നോക്കിയപ്പോൾ ആൾക്കൊരു വളരെ ചെറിയൊരു ബലക്കുറവുണ്ടായിരുന്നു. നടക്കുമ്പോൾ ബാലൻസ് തെറ്റിപ്പോകുന്നുണ്ട്. കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നടുവേദന. ഈ നടുവേദനകളെല്ലാം തന്നെ ഡിസ്ക് ബൾജുമായി ബന്ധപ്പെട്ടാണോ വരുന്നത്? ഇനി ആണെങ്കിൽ തന്നെ അതിനുള്ള ട്രീറ്റ്മെന്റ് എന്താണ്? എല്ലാ നടുവേദനയും ഡിസ്ക് ബൾജ് സംബന്ധമായിട്ടല്ല വരിക. പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. അതായത് നമ്മുടെ നട്ടലുകൾക്കിടയ്ക്കുള്ള ജോയിൻറ്റിൻ്റെ നീർക്കെട്ടാകാം, അല്ലെങ്കിൽ സ്ത്രീകൾക്കാണെങ്കിൽ യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങളാകാം, പീരിയഡ് സംബന്ധമായ പ്രശ്നങ്ങളാകാം, ഈവൻ കിഡ്നി സ്റ്റോൺസ് ആകാം. അങ്ങനെ പലയധികം കാരണങ്ങളുണ്ട് നടുവേദനയ്ക്ക്. എന്നിരുന്നാൽ ഡിസ്ക് ബൾജ് സംബന്ധമായ നടുവേദനയും കാലിലേക്ക് ഇറങ്ങി വരുന്ന വേദനയാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അതുപോലെ സാർ, നമ്മളിപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആക്സിഡൻറ്റ് പറ്റിയ ആളെ എങ്ങനെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ഒരു പ്രോട്ടോക്കോൾ, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ? ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആദ്യം ഇങ്ങനെ ഒരാൾ ഒരു ആക്സിഡൻറ്റ് പറ്റി വഴിയരികിൽ കിടക്കുന്നത് കാണുകയാണെങ്കിൽ ആദ്യം അവർ ശ്വാസം എടുക്കുന്നുണ്ടോ എന്നുള്ളതും, അവരെ കഴിയുമെങ്കിൽ നമുക്ക് പൾസ് ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പൾസും ചെക്ക് ചെയ്യുക. അതായത് അവരുടെ ശ്വാസോച്ഛ്വാസവും അവരെ പൾസും ഓക്കെ ആണോ എന്നുള്ളത് എൻഷുവർ ചെയ്യുക. അതില്ലാത്ത പക്ഷം നമ്മൾ ഈ CPR എന്ന് പറഞ്ഞ ചെസ്റ്റ് മസാജ് കംപ്രഷൻസും കൊടുക്കേണ്ടതാണ്. പിന്നെ ഇതെല്ലാം ഓക്കെ ആയിട്ടുള്ള ഒരു രോഗിയാണെങ്കിൽ അവരെ കഴിവതും അനക്കാതെ ഒരു ബോർഡ്, അതായത് അവരുടെ കഴുത്തും സ്ട്രെയിറ്റ് ആയിട്ട് അതേ പൊസിഷനിൽ എത്തിക്കാനുള്ള എന്തെങ്കിലും സജ്ജീകരണങ്ങൾ. അതായത് പലപ്പോഴും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു മടക്കിയിട്ട ബോർഡോ അല്ലെങ്കിൽ കസേര ഫ്ലാറ്റായിട്ട് ഇടാൻ പറ്റുന്ന കസേരയോ ഇതൊന്നും ഇല്ലെങ്കിൽ കമ്പുകൾ കൂട്ടിച്ചേർത്ത് കെട്ടിവെച്ച് അതിൽ കൊണ്ടുവരാൻ അവർക്ക് ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ഹെൽമെറ്റ് റിമൂവ് ചെയ്യാൻ ശ്രമിക്കരുത്. പിന്നെ എത്രയും വേഗം ഒരു പ്രോപ്പർ ആംബുലൻസിന് വിളിച്ച് കഴിയുമെങ്കിൽ ആംബുലൻസിൽ തന്നെ സ്പൈൻ ബോർഡിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പം ആംബുലൻസിലാകുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ സ്പൈൻ ബോർഡ് ഉണ്ട്, പിന്നെ കോളേഴ്സ് ഉണ്ട്, നെക്ക് കോളേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ യൂഷ്വലി ആ നെക്ക് കോളേഴ്സും സ്പൈൻ ബോർഡിലുമാണ് പേഷ്യൻറ്റിനെ യൂഷ്വലി ഹോസ്പിറ്റലിൽ എത്തിക്കുക. നമ്മളിവിടെ ഹോസ്പിറ്റലിൽ എത്തിയാലും അത് അതേപോലെ തന്നെ കീപ്പ് ചെയ്താണ് സ്കാനിങ്ങിനും എല്ലാം പോകുന്നത്. സ്കാൻ ചെയ്ത് പരിക്കില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഇത് റിമൂവ് ചെയ്യാറുള്ളൂ. എന്തെങ്കിലും വളരെ വ്യത്യസ്തമായ അറിവുകളാണ് ഡോക്ടർ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നത്. ഇത്രയും നേരം നമ്മളോട് സഹകരിച്ചതിന് നന്ദി. നമസ്കാരം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. നമുക്കിപ്പോൾ എന്തെല്ലാം പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസാണ് ഈ നമ്മുടെ ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്? അതെ, അപ്പോൾ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ ന്യൂറോളജി വിഭാഗം തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായി. നമുക്ക് അത്യാധുനിക രീതിയിലുള്ള ഇലക്ട്രോഫിസിയോളജി ലാബ് അവൈലബിൾ ആണ്. ഇലക്ട്രോഫിസിയോളജി ലാബ് എന്ന് പറഞ്ഞാൽ EEG ടെസ്റ്റുകൾ, അതായത് കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്ക് അപസ്മാര രോഗം വരുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് EEG എന്ന ടെസ്റ്റ്. പോർട്ടബിൾ EEG, അതായത് സുഖമില്ലാതെ കിടക്കുന്ന രോഗികൾ ICUയിലുണ്ടെങ്കിൽ അവർക്ക് EEG വേണ്ടി വന്നാൽ അവിടെ പോയി ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ NCS, പോർട്ടബിൾ NCS ഉണ്ട്. സ്ലീപ്പ് സ്റ്റഡി എന്നുള്ള ഓവർനൈറ്റ് ആയിട്ടുള്ള സ്ലീപ്പ് സ്റ്റഡി ഉണ്ട്. നമുക്ക് ബെറ എന്നുള്ള ടെസ്റ്റ് ഉണ്ട്. VP, ഈ ടെസ്റ്റുകളാണ് അവൈലബിൾ. അതുപോലെ തന്നെ നമുക്ക് 3 ടെസ്ല MRI ഉണ്ട്. ഈ അടുത്ത പ്രദേശങ്ങളിലൊന്നും 3 ടെസ്ല MRI ഇല്ല. അതുപോലെ തന്നെ അതെ ഈ പ്രദേശത്ത്. അതുപോലെ CT സ്കാൻ, ഇതെല്ലാം 24 hours അവൈലബിൾ ആണ്. EEG, നെർവ് കണ്ടക്ഷൻ സ്റ്റഡി, ഇത് രണ്ടും എന്താണ്?
EEG എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അപസ്മാരം എന്ന രോഗം കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് EEG. നെർവ് കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞരമ്പുകൾ എന്ന് പറഞ്ഞാൽ നെർവ്സ്, അപ്പോൾ അതിലെന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് നെർവ് കണ്ടക്ഷൻ. ഷുഗർ ഉള്ള പേഷ്യൻസ് അല്ലെങ്കിൽ വിറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉള്ള പേഷ്യൻസ്, ഇങ്ങനെയൊക്കെയുള്ളവർക്ക് ഞരമ്പ് ഡാമേജ് വരാം, നെർവ് ഡാമേജ് വരാം. അപ്പോൾ അങ്ങനെയുള്ള ഡാമേജ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി. ഈ ബെറ ടെസ്റ്റിനെ കുറിച്ചൊന്ന് പറയാമോ? ആർക്കാണ് ഇത് സജസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്? അപ്പം ബെറ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾവി ശക്തി ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതാണ് ബെറ. അപ്പോൾ അത് കേൾവിയുടെ ഞരമ്പ്, അപ്പോൾ നമുക്ക് കേൾവി മെയിനായിട്ട് 2 രീതിയിൽ നമുക്ക് തരംതിരിക്കാം. ഒന്ന് നമ്മുടെ പുറമേയുള്ള ചെവിയുടെ അപ്പാരറ്റസ് എന്ന് പറയും, എക്സ്റ്റേണൽ ഇയറും മിഡിൽ ഇയറും ഒക്കെയുള്ള അപ്പാരറ്റസ്. പിന്നെ ചെവിയുടെ ഞരമ്പ് തലച്ചോറിലോട്ട് പോകുന്നത്, അപ്പോൾ ആ ഞരമ്പിൻ്റെ ഭാഗം ടെസ്റ്റ് ചെയ്യുന്നതാണ് ബെറ. അപ്പോൾ അത് മുതിർന്നവരിലും കുട്ടികളിലും ചെയ്യാനുള്ള സംവിധാനം നമുക്കിവിടെ ഉണ്ട് ബെറ. അത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഈ പറഞ്ഞ പോലെ കേൾവി ശക്തിയുടെ ഞരമ്പിൻ്റെ പ്രവർത്തനം കറക്റ്റാണോ, സ്ലോ ആയിട്ടുണ്ടോ, നശിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് പ്രത്യേകമായിട്ട് കുട്ടികളിലാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ ഈ സ്ലീപ്പ് സ്റ്റഡി ഉണ്ടല്ലോ, അത് എങ്ങനെയുള്ള പേഷ്യൻസിനാണ് സ്ലീപ്പ് സ്റ്റഡി സജസ്റ്റ് ചെയ്യുന്നത്? അതെ, അപ്പോൾ സ്ലീപ്പ് സ്റ്റഡിയും നമുക്ക് ഓവർനൈറ്റ് ആണ്, അതായത് ഒരു ദിവസം രോഗി നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന് കിടന്നിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ് സ്ലീപ്പ് സ്റ്റഡി. അത് മെയിനായിട്ടും കുറച്ച് അമിതഭാരമുള്ള ആൾക്കാർക്ക് രാത്രി ഉറങ്ങുമ്പോൾ അമിതഭാരം കാരണം ശ്വാസമുട്ടൽ, ശ്വാസതടസ്സം ഇതൊക്കെ വരാം. അപ്പോൾ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ള കണ്ടുപിടിക്കാൻ, അഥവാ ശ്വാസമുട്ടൽ ഭയങ്കരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ CPAP പോലുള്ള ചില ചികിത്സാ രീതികളുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ സ്ലീപ്പ് സ്റ്റഡി വഴി പറ്റും. അതുപോലെ കൂടുതലുള്ളവർക്ക്, നാർക്കോലെപ്സി പോലുള്ള അസുഖമുള്ളവർക്ക്, അതുപോലെ കുറവുള്ളവർക്ക്, ഇതൊക്കെ നമുക്ക് സ്ലീപ്പ് സ്റ്റഡി വഴി കണ്ടുപിടിക്കാൻ പറ്റും. സ്ട്രോക്ക് എന്നൊരു അവസ്ഥയുണ്ടല്ലോ, അതിന് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്? അപ്പോൾ 2 തരത്തിലുണ്ട്. മെയിനായിട്ട് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന രക്തധമനി ബ്ലോക്ക് ആവുന്നത് കൊണ്ടുള്ള സ്ട്രോക്കാണ്. പിന്നെ രക്തസ്രാവം കൊണ്ടുണ്ടാവുന്ന സ്ട്രോക്കും ഉണ്ട്. അത് വളരെ ചുരുങ്ങിയ ശതമാനമേ ഉള്ളൂ. അപ്പോൾ ഈ രക്തധമനി ബ്ലോക്ക് ആവുന്നത് കൊണ്ടുള്ള സ്ട്രോക്ക്, അങ്ങനെയുള്ള പേഷ്യൻസിന് ഈ ബ്ലോക്കായ രക്തധമനി തുറക്കാൻ, അതായത് രക്തക്കട്ട അലിയിപ്പിക്കാനുള്ള ചികിത്സാ രീതി ഇവിടെ അവൈലബിൾ ആണ്. ത്രോംബലൈസിസ് എന്നാണ് അതിൻ്റെ പേര്. അതൊരു പ്രത്യേകതരം ഇഞ്ചക്ഷനാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ രക്തക്കട്ട അലിഞ്ഞിട്ട് നമുക്ക് ബലക്ഷയം വലുതായിട്ട് വരത്തില്ല. അപ്പം ആ ഇഞ്ചക്ഷൻ കുറച്ച് എന്താ പറയുക, സാധാരണ ഇഞ്ചക്ഷനെക്കാട്ടി കുറച്ച് ചിലവുള്ള ടെസ്റ്റാണ്. പക്ഷേ നമ്മൾ ഈ സ്ട്രോക്ക് വന്നു കഴിഞ്ഞിട്ട് ബലക്ഷയം വന്ന് നമുക്ക് ജോലിക്ക് നേരെ ഉടനെ പ്രവേശിക്കാൻ പറ്റത്തില്ല. പിന്നെ ഫിസിയോതെറാപ്പി, റീഹാബിലിറ്റേഷനൊക്കെ നമ്മൾ കാശ് ചിലവാക്കുന്നതിലും ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ബലക്ഷയം ഇമ്പ്രൂവ് ആവാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ചികിത്സാ രീതി ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഫിസിയോതെറാപ്പി എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഡ്യൂറേഷൻ എങ്ങനെയായിരിക്കും? അത് മസ്റ്റായിട്ടും ഇത്ര നാൾ എടുക്കണം അങ്ങനെയൊക്കെ ഉണ്ടോ? സാധാരണ ബലക്ഷയം ഇമ്പ്രൂവ് ആയി പേഷ്യൻ്റ് ഒരുവിധം ഇൻഡിപെൻഡൻ്റ് ആയി നടക്കാനും ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനും പറ്റുന്ന ഒരവസ്ഥ വരെയാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഇത്ര നാൾ എന്നൊന്നുമില്ല, നമുക്കിപ്പം അതെ. അപ്പോൾ ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ആൾക്കാർക്ക് റിക്കവറി വളരെ ഫാസ്റ്റർ ആയിരിക്കും. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ബലക്ഷയം മാറി ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. പക്ഷേ ഇഞ്ചക്ഷൻ കൊടുക്കാതെ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഡിലേ ആയിട്ടുള്ളവർക്ക് ചിലപ്പം ബലക്ഷയം കുറച്ച് റിക്കവറി ഒരുപാട് നാൾ ചെയ്യേണ്ടി വരും. തന്നെയല്ല, ഈ ഇഞ്ചക്ഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ത്രോംബലൈസിസ്, അത് ചെയ്യുന്നതിനൊരു ടൈം പീരീഡ് ഉണ്ട്. 4.5 മണിക്കൂറിനുള്ളിൽ രോഗിയെ കൊണ്ടുവന്നെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റും. ലേറ്റായിട്ട് കൊണ്ടുവന്നാലും നമുക്ക് ഈ ബലക്ഷയം കൂടും, ഈ ഇഞ്ചക്ഷനും കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, സർജറി പോലുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. ചില സ്ട്രോക്ക് കേസസിൽ നമ്മൾ സർജറി ചെയ്യേണ്ടി വരും. തലച്ചോറിൽ നീർക്കെട്ട് ക്രമാതീതമായിട്ട് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറ് താഴോട്ട് ഇറങ്ങുന്ന ഒരു പ്രതിഭാസമുണ്ട്. അപ്പം അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മരണം വരെ സംഭവിക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നീർക്കെട്ട് കുറയ്ക്കാനുള്ള സർജറി ചെയ്യേണ്ടി വരും അത് ചില കേസസിൽ. അതുപോലെ നമുക്ക് ഈ ന്യൂറോളജിയിൽ മെയിനായിട്ട് കണ്ടുവരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ നമ്മളൊരു ഡെയിലി OPD എടുക്കുകയാണെങ്കിൽ മെയിനായിട്ടും കണ്ടുവരുന്ന മൈഗ്രെയിൻ, ഹെഡേക്ക്, പിന്നെ അപസ്മാരം, ഫിറ്റ്സ് എന്ന് പറയും, പിന്നെ പാർക്കിൻസൺസ് രോഗികൾ, അൽഷിമേഴ്സ് ഞാൻ പൊതുവായിട്ട് പറയുന്നതേ ഉള്ളൂ, മറവി രോഗം, ഡിമെൻഷ്യ, അങ്ങനെയുള്ള പേഷ്യൻസ് വരും. പിന്നെ കൈകാൽ തരിപ്പ്, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷുഗർ കൊണ്ട് ഞരമ്പ് ഡാമേജ് വന്ന് തരിപ്പുള്ള പേഷ്യൻസ്, കൈകാൽ തരിപ്പ്, സ്ട്രോക്ക് പേഷ്യൻസ്, തലകറക്കം, ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ കണ്ടുവരുന്നത് OPയിൽ.
ഈ രോഗങ്ങളിൽ പെട്ടെന്നൊരു അർജൻറ്റായിട്ട് ഒരു ക്രിട്ടിക്കൽ കെയർ കൊടുക്കേണ്ട രോഗങ്ങളാണോ ഇതെല്ലാം, അതോ ടൈം എടുത്ത് ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ്സ് ഉള്ള രോഗങ്ങളാണോ, എങ്ങനെയാണത്? അപ്പോൾ ഈ സ്ട്രോക്ക്, അപസ്മാരം, എപ്പിലെപ്സി പോലുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ അർജൻറ്റായിട്ട് കാണേണ്ട പേഷ്യൻസ് ആണ്. അതൊരു പേഷ്യൻ്റ് പെട്ടെന്ന് അപസ്മാരമായിട്ട് വരുവാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അറ്റൻഡ് ചെയ്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ സ്ട്രോക്കിനും നമ്മൾ സമയം വൈകിക്കാൻ പറ്റത്തില്ല. ഈ പറഞ്ഞതുപോലെ ബ്രെയിനൊരു വിൻഡോ പീരീഡ് ഉണ്ട്. നമ്മൾ ഡിലേ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ബ്രെയിൻ ഡാമേജ് വരും. അപ്പോൾ ഇതൊക്കെയാണ് പെട്ടെന്ന് അഡ്രസ്സ് ചെയ്യേണ്ടത്. പിന്നെ പാർക്കിൻസൺസ് രോഗങ്ങൾ, ഡിമെൻഷ്യ, ഓർമ്മക്കുറവെന്ന് ഞാൻ പറഞ്ഞത്, പിന്നെ ഈ ഡയബറ്റിക് ന്യൂറോപ്പതി, അതായത് ഞരമ്പ് ഡാമേജ്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒ പി ബേസിസിലുള്ള ട്രീറ്റ്മെൻറ്റ് മതിയാവും മിക്ക കേസുകളിലും. പിന്നെ തലകറക്കവും ഒരുവിധപ്പെട്ട, അതായത് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അപ്പോൾ അങ്ങനെയുള്ള തലകറക്കമൊക്കെ നമുക്ക് ഒ പി ബേസിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ചിലപ്പോൾ അപൂർവമായിട്ട് സ്ട്രോക്ക് തലകറക്കമായിട്ട് പ്രസൻറ്റ് ചെയ്യാം. അങ്ങനെയുള്ള കേസസിനെ നമ്മൾ പേഷ്യൻറ്റിനെ പരിശോധിച്ച് സ്ട്രോക്ക് ആണോ സാധാരണ തലകറക്കമാണോ എന്ന് മനസ്സിലാക്കിയിട്ട്, ഇപ്പോൾ സ്ട്രോക്ക് പോലെയാണെങ്കിൽ ഉടനെ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. ഓക്കെ. അതുപോലെ ഇപ്പോൾ പറഞ്ഞ ഈ അൽഷിമേഴ്സ് അല്ലെങ്കിൽ പാർക്കിൻസൺസ്, അതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ എങ്ങനെയാണ്, അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അതെ, അപ്പോൾ ഈ അൽഷിമേഴ്സ്, പാർക്കിൻസൺസ് രോഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണ ഒരു കോമൺ ടേം ഉപയോഗിക്കുകയാണെങ്കിൽ ഞരമ്പ് തളർച്ച എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ കോശങ്ങൾ, ഞരമ്പിൻ്റെ കോശങ്ങൾക്കൊക്കെ ഡീജനറേഷൻ, നാശം സംഭവിക്കുന്ന അസുഖങ്ങളാണിതെല്ലാം. ക്രോണിക് ഡീജനറേറ്റീവ് ഡിസീസ് എന്ന് പറയും. അപ്പോൾ പാർക്കിൻസൺസ് രോഗത്തിൽ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, പാർക്കിൻസൺസ് രോഗം തനിയെ വരാം, പാർക്കിൻസൺസ് മറവി രോഗത്തിൻ്റെ കൂടെ വരാം. അതുപോലെ മറവി രോഗം തനിയെ വരാം, ചിലപ്പോൾ പാർക്കിൻസൺസ് ലക്ഷണങ്ങളുമായിട്ടും വരാം. മറവി രോഗം പാരമ്പര്യമായിട്ട് വരാൻ ചാൻസ് ഉണ്ടോ? ചില കേസസിൽ പാരമ്പര്യമായിട്ട് വരാം, ചില ജനറ്റിക് കാരണങ്ങൾ കൊണ്ട് വരാം. അപ്പം പാർക്കിൻസൺസ് രോഗത്തിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, നമ്മുടെ തലച്ചോറിലുള്ളൊരു ഹോർമോണുണ്ട്, ഡോപ്പമിൻ. ആ ഹോർമോണിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കുറയുന്നത് കൊണ്ടാണ് നമുക്ക് പാർക്കിൻസൺസ് വരുന്നത്. ഈ ഡോപ്പമിൻ ഹോർമോൺ ഉള്ളപ്പോഴാണ് നമ്മൾ ആക്റ്റീവായിട്ട് ഫാസ്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ വേറെ കുറച്ച് ഹോർമോൺസ് ഉണ്ട്, ഡോപ്പമിൻ മാത്രമല്ല, മെയിനായിട്ട് അതാണ്. അപ്പോൾ അതിൻ്റെ കുറവ് വരുമ്പോൾ നമുക്ക് ബാലൻസ് തെറ്റും, നമ്മൾ സ്ലോ ആയിപ്പോവും, നമുക്ക് ചിലപ്പം വിറയൽ വരാം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ. വിറയൽ, വീഴാനുള്ള ടെൻഡൻസി, നമ്മൾ എഴുന്നേൽക്കുമ്പോഴോ നടക്കുമ്പോൾ തിരിയുമ്പോഴോ നമ്മൾ പെട്ടെന്ന് വീഴാം. അതുപോലെ നമ്മൾ സ്ലോ ആയിപ്പോവും, മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് സ്ലോ ആവും. ഇതൊക്കെയാണ് പാർക്കിൻസൺസിൻ്റെ ലക്ഷണങ്ങൾ. ഡിമെൻഷ്യ അല്ലെങ്കിൽ ഓർമ്മക്കുറവ് എന്ന് പറയുമ്പം മിക്ക പേഷ്യൻസിലും, ഞാൻ എൻ്റെ ഒരു പ്രാക്ടീസ്, ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും പിന്നെ ശരിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ, മറവി മാത്രമായിട്ടായിരിക്കത്തില്ല പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യുന്നത്. മറവി ഒരു ഘടകം മാത്രമായിരിക്കും. മിക്ക പേഷ്യൻസിലും സ്വഭാവത്തിലുള്ള വ്യത്യാസമായിരിക്കും കാണുന്നത്. അത് ആദ്യമേ ഇങ്ങനെയുള്ള രോഗികളെ നമ്മുടെ റിലേറ്റീവ്സ് കൊണ്ടുവന്ന് ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തായിരിക്കും. അതായത് എൻ്റെ അപ്പനോ അമ്മയ്ക്കോ ഇങ്ങനെ മാനസിക പ്രശ്നമുണ്ട്, വീട് വിട്ട് ഇറങ്ങുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ ചീത്ത പറയുന്നു, അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുന്നു, കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൂട്ടി വെക്കുന്നു, ചിലതൊന്നും ഓർമ്മയില്ല, അങ്ങനെ. അപ്പോൾ അവർ ഒരു മാനസിക പ്രശ്നമാണെന്ന്. അപ്പം ഒരു അൽഷിമേഴ്സ് അല്ലെങ്കിൽ ഡിമെൻഷ്യ പോലുള്ള സംഭവങ്ങൾ മറവി മാത്രമായിട്ടല്ല, ഒരുപാട് മാനസിക പ്രശ്നങ്ങളോടുകൂടിയാണ് വരുന്നത്. അപ്പോൾ അതും നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് അങ്ങനെ ടെസ്റ്റുകളോ സ്കാനുകളോ ബ്ലഡ് ടെസ്റ്റുകളോ മിക്ക കേസുകളും ലക്ഷണങ്ങൾ വെച്ചാണ് ചെയ്യുന്നത്. ഇത് ട്രീറ്റ് ചെയ്ത് അത് ക്യൂർ ആവുന്ന ഒരു രോഗമാണോ ഇത്? ഇത് വളരെ വലിയ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പാർക്കിൻസൺസ് രോഗവും അൽഷിമേഴ്സ് പോലുള്ള, ഞാൻ പറഞ്ഞല്ലോ, ഡീജനറേറ്റീവ് ഡിസീസ്, അതായത് ഞരമ്പിൻ്റെ കോശങ്ങൾ നശിക്കുകയാണ്. അത് റീജനറേഷൻ നമുക്ക് ഇതുവരെ പോസിബിൾ ഇല്ല. അപ്പോൾ അതിന് ഒരു കംപ്ലീറ്റ് ക്യൂർ ഇല്ല. അപ്പോൾ പാർക്കിൻസൺസ് രോഗികൾക്കൊക്കെ നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ചില നല്ല പാർക്കിൻസൺസ്, നല്ല 2 ടൈപ്പ് ഉണ്ട്, ടിപ്പിക്കൽ ആൻഡ് എടിപ്പിക്കൽ. ഈ ടിപ്പിക്കൽ പാർക്കിൻസൺസ് എന്ന് പറഞ്ഞാൽ മരുന്നിനോട് റെസ്പോണ്ട് ചെയ്യുന്ന പാർക്കിൻസൺസ്. അപ്പോൾ അതിലൊക്കെ നമുക്ക് മരുന്ന് കൊടുത്ത് ഒരുവിധം കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. അൽഷിമേഴ്സ്, ഡിമെൻഷ്യ, മറവി രോഗത്തിനൊന്നും നമ്മൾ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അതും 2 രീതിയിലുണ്ട്. അതായത് കാരണമൊന്നുമില്ലാതെ അൽഷിമേഴ്സ് അല്ലെങ്കിൽ പ്രൈമറി ഡിമെൻഷ്യ എന്ന് പറയും. അതായത് ഒരു കാരണമില്ല, നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു, സ്കാൻ ചെയ്യുന്നു, എല്ലാം കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആൾക്ക് ഓർമ്മക്കുറവും സ്വഭാവ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡിമെൻഷ്യക്കൊന്നും ട്രീറ്റ്മെൻ്റ് ഇല്ല. പക്ഷേ വേറെ ചില കേസസ് ഉണ്ട്. അതായത് നമുക്ക് തൈറോയിഡ് കുറഞ്ഞതുകൊണ്ട് നമുക്ക് ഓർമ്മക്കുറവ് വരാം, വിറ്റമിൻ B12 കുറഞ്ഞതുകൊണ്ട് ഓർമ്മക്കുറവ് വരാം, തലച്ചോറിൽ നീർക്കെട്ട് വരുന്നത് കൊണ്ട് ഓർമ്മക്കുറവ് വരാം, തലച്ചോറിൽ ഇൻഫെക്ഷൻ കൊണ്ട് നീർക്കെട്ട് വരാം, തലച്ചോറിൽ വല്ല ട്യൂമറും പോയിരുന്നാൽ എന്താ പറയുക ഓർമ്മക്കുറവ് വരാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള എന്തെങ്കിലും കാരണമുണ്ട്, അതുകൊണ്ട് നമുക്ക് ഓർമ്മക്കുറവ് വന്നെന്നുണ്ടെങ്കിൽ ആ കാരണങ്ങളെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മക്കുറവ് തിരിച്ച്
മാറ്റാം. അതും ബ്രെയിൻ ഒരുപാട് ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അഗെയിൻ റിവേഴ്സ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഈ അപസ്മാര രോഗത്തിന് എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്? ഈ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപസ്മാര രോഗം പൂർണ്ണമായിട്ട് മാറുമോ, അതോ കൺട്രോൾ ചെയ്ത് നിർത്താനാണോ പറ്റുള്ളൂ? വീണ്ടും വരാനുള്ള സാധ്യതകളുണ്ടോ? എങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? അപ്പോൾ അപസ്മാര രോഗത്തിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്ത് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ യെസ് ആൻഡ് നോ. ചില കേസുകളിൽ പറ്റും, ചില കേസുകളിൽ പറ്റത്തില്ല. അപ്പോൾ കുട്ടികളിൽ കാണുന്ന മിക്ക അപസ്മാരവും നമുക്ക് ചികിത്സിച്ച് സുഖപ്പെടുത്താൻ പറ്റുന്നതാണ് മിക്കതും. അപ്പോൾ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അപസ്മാരം വരും, പനി കൊണ്ട് വരിക. അപസ്മാരം ചിലപ്പോൾ മരണകാരണമായേക്കാമോ? അങ്ങനെയുണ്ടോ? ആവാം. ചെറിയ കുട്ടികളിൽ അതിനുള്ള ചാൻസ് കൂടുതലാണോ? അങ്ങനെയില്ല, ആർക്ക് വേണമെങ്കിലും അപകടം മരണത്തിലേക്ക് മാറാം. അത് ഒരു സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്ന് പറയും. അതായത് ഒരു നിശ്ചിത ടൈം പീരീഡിൽ കൂടുതൽ നമുക്ക് ഈ ഫിറ്റ്സ് വന്നുകൊണ്ടിരുന്നാൽ നമ്മുടെ ഓക്സിജനും നമുക്ക് ശ്വാസം എടുക്കാനുള്ള കപ്പാസിറ്റിയൊക്കെ ഇല്ലാതായി നമുക്ക് ശ്വാസം നിലച്ചിട്ട് നമുക്ക് അങ്ങനെ വരാം. പക്ഷേ അത് റെയറാണ്. കാരണം മിക്ക ആൾക്കാർക്കും ഇപ്പം അതിനെപ്പറ്റി വളരെ വലിയ അവബോധമുണ്ട്. ഇപ്പം ഫിറ്റ്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ഉടനെ ഹോസ്പിറ്റലിൽ എത്തും. അതിന് എഫക്റ്റീവായുള്ള ഫിറ്റ്സ് നിർത്താനുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്കുണ്ട്. എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത്? അപ്പോൾ ഈ പറഞ്ഞതുപോലെ കുട്ടികളിൽ കാണുന്ന അപസ്മാരം, 5 വയസ്സ് താഴെ കുട്ടികൾക്ക് ചൂട് കൊണ്ട് പനി കൊണ്ട് ഫിറ്റ്സ് വരാം. അപ്പം അത് നമ്മൾ ആ സമയത്ത് ഫിറ്റ്സ് വന്ന കുട്ടി മിക്കവാറും ആ ഫിറ്റ്സ് ഒരു 2-3 മിനിറ്റേ ഉണ്ടാവത്തുള്ളൂ. അപ്പം അത് നമ്മൾ പ്രത്യേകിച്ച് മരുന്ന് ചെയ്യണ്ട, കുട്ടിയെ ചരിച്ച് കിടത്തിയാൽ മതി. ഇരുമ്പ് കയ്യിൽ കൊടുക്കുക, അതിനൊക്കെ എന്തെങ്കിലും ബേസിക്സ് ഉണ്ടോ? അതിലൊന്നും ഒരു ബേസിക്സും ഇല്ല, അതൊന്നും കൊടുക്കാനേ പാടില്ല. കാരണം ഇങ്ങനെ ഫിറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്ന ആളുടെ കയ്യിൽ ഇരുമ്പ് കൊടുത്തു കഴിഞ്ഞാൽ ദേഹത്ത് മുറിവ് ഉണ്ടാവാം. അപ്പോൾ അതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ മിക്ക ഫിറ്റ്സും 2-3 മിനിറ്റ് കൊണ്ട് നിൽക്കുന്നവയാണ്. അഥവാ നിന്നിട്ടില്ലെങ്കിൽ നമുക്ക് നിർത്താനുള്ള ബെൻസോഡയസപീൻസ് എന്നൊക്കെ പറഞ്ഞ ഇഞ്ചെക്ഷൻസ് അവൈലബിൾ ആണ്. അപ്പം വൺസ് ഫിറ്റ്സ് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാവിയിൽ വരാതിരിക്കാനുള്ള മരുന്നുകൾ തുടങ്ങും നമ്മൾ. അപ്പം ചെറിയ കുട്ടികളിലാണെങ്കിൽ നമ്മൾ നോക്കും, 1-2 പ്രാവശ്യം വന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇനിയും വരാനുള്ള ചാൻസ് കുറവാണേ തുടർ ചികിത്സ ചിലപ്പോൾ ആവശ്യമില്ലാതെ വരും. അപ്പോൾ ഈ പനി കൊണ്ട് വരുന്ന ഫിറ്റ്സിനൊക്കെ നമ്മൾ ആ പനി വരുമ്പം മാത്രം അതിൻ്റെ മരുന്ന് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ചില ഫോബിയ കാരണം ഫിറ്റ്സ് വരും എന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. വെള്ളം, തീയ്, അത് കാണുമ്പോൾ ചിലർക്ക് ഫിറ്റ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതിന് എന്തെങ്കിലും വാസ്തവം ഉണ്ടോ അതിൽ? അതായത് ഫോബിയ കാരണം ഫിറ്റ്സ് വരത്തില്ല, പക്ഷെ ഫിറ്റ്സിന് ടെൻഡൻസി ഉള്ള ഒരാൾക്ക് ഫോബിയ വരാം. എന്തായാലും വളരെ വ്യത്യസ്തമായ അറിവുകളാണ് മാം നമ്മോടൊപ്പം പങ്കുവച്ചത്. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. താങ്ക് യു മാം. ഇനി പ്രേക്ഷകരോടായിട്ട് മാമിന് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രേക്ഷകരായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ സ്ട്രോക്ക് പോലുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ അപസ്മാരം പോലുള്ള കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ഏർജൻറ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് തേടേണ്ട കണ്ടീഷൻസാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ അടുത്തുള്ള ന്യൂറോളജിസ്റ്റുള്ള ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ എത്തിക്കണം. കാരണം ടൈം ഇസ് ബ്രെയിൻ എന്നാണ് പറയുന്നത്. അപ്പം ബ്രെയിൻ അല്ലെങ്കിൽ നെർവ്സിന് ഡാമേജ് വന്നാൽ റിവേഴ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അപസ്മാരം, സ്ട്രോക്കൊക്കെ നിസ്സാരമായിട്ട് കാണരുത്, ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ബാക്കി ഏത് കണ്ടീഷൻസ് ആണെങ്കിലും നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല, ഉള്ളതിനെ നമുക്ക് രക്ഷിച്ച് മുന്നോട്ട് പോകാനേ പറ്റൂ. അപ്പം വേണ്ട വൈദ്യസഹായം നിങ്ങൾ തേടണം.